കൃപാസനം പ്രസാദപര മാതാവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതവും ജീവനും പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുവാൻ പോകുന്നു. വീണ്ടും ഒരു ദിനമാണ് നമുക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയിൽ നിന്ന് വാങ്ങിത്തന്നത്. അതിനായി നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ മാതാവേ, വീണ്ടും അമ്മയുടെ സന്നിധിയിലായിരിക്കുവാൻ എന്നെയും എൻ്റെ ഭവനത്തെയും അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. ഈ അനുഗ്രഹം അമ്മയുടെ സാന്നിധ്യം എൻ്റെ ഭവനത്തിലേക്ക് വന്നതാണ്. അമ്മ എൻ്റെ ഭവനത്തിൽ വരുവാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ നിമിഷം ഈ പ്രാർത്ഥനയിൽ എനിക്ക് പങ്കുചേരുവാൻ സാധിച്ചത്. പരിശുദ്ധ മാതാവേ, അമ്മ ഞങ്ങളെ കൈവിടരുതേ. അമ്മയെ വിളിച്ചപേക്ഷിച്ച ഒരു മകനെയും ഒരു മകളെയും അമ്മ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. കൃപാസനം പ്രസാദപര മാതാവേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ സമർപ്പിക്കുന്ന എൻ്റെ നിയോഗം എനിക്ക് സാധിച്ചു തന്നുകൊണ്ട് അമ്മ എൻ്റെ അമ്മയാണെന്ന് എനിക്ക് കാണിച്ചു തരണമേ. കൃപാസനം മാതാവേ, കൃപാസനത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യരിലാണ് അമ്മ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത്. അങ്ങേ മകനായ ഞാൻ, അങ്ങേ മകളായ ഞാൻ ഈ നിമിഷം എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും സമർപ്പിക്കുന്നു. ഏറ്റവും പ്രത്യേകമായി ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഈ വേദന, നിങ്ങളുടെ നിയോഗം ഇപ്പോൾ ഇവിടെ പറയുക. പരിശുദ്ധ മാതാവേ, വളരെ കഠിനമായ പ്രതിസന്ധിയിലൂടെ, കണ്ണുനീരിലൂടെ, പ്രശ്നങ്ങളിലൂടെ, കുരുക്കുകളിലൂടെ, പരാജയങ്ങളിലൂടെ, തീവ്രവേദനയിലൂടെ കടന്നു പോകുന്ന ഓരോ മകനെയും മക്കളെയും ഈ നിമിഷം ആശ്വസിപ്പിക്കണമേ. അമ്മയുടെ നീല അങ്കി കൊണ്ട് അവരെ പൊതിഞ്ഞ് സുരക്ഷിതരാക്കണമേ. കൃപാസന മാതാവേ, അമ്മ സഞ്ചാരി മാതാവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മ സഞ്ചാരി മാതാവാണെന്ന് ഈ നിമിഷം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരണമേ. ഞാനിപ്പോൾ വിഷമിക്കുന്ന എൻ്റെ പ്രതിസന്ധിയുടെ മേൽ അമ്മ ഒരു അനുഗ്രഹം ചൊരിയണമേ, അത്ഭുതം വർഷിക്കണമേ. കൃപാസനം പ്രസാദപര മാതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മക്കളെയും കൃപാസന അമ്മേ ഏറ്റെടുക്കണമേ. നിരവധി മക്കളാണ് പല വിധത്തിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത്. ശാരീരികമായ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, മാനസികമായ പ്രതിസന്ധികൾ, അതിനേക്കാളുപരി സാമ്പത്തിക പരാജയങ്ങൾ. പരിശുദ്ധ മാതാവേ, അനുദിനം ജീവിതം കഴിഞ്ഞു പോകുവാൻ, ജീവിതത്തിൻ്റെ രണ്ടറ്റം ഒരുമിച്ച് കൂട്ടിക്കെട്ടുവാനായി ബുദ്ധിമുട്ടുന്ന, പരിശ്രമിക്കുന്ന അനേകം മക്കളുണ്ട്. കൃപാസന മാതാവേ, ഓരോ മക്കളുടെയും ഭവനങ്ങളെ സാമ്പത്തിക അഭിവൃദ്ധിയാൽ നിറയ്ക്കണമേ. ഏത് പ്രശ്നത്തിലാണോ ഈ മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മകനും മകളും വിഷമിക്കുന്നത്, ആ നിയോഗത്തിൻ്റെ മേൽ ഈ നിമിഷം അമ്മ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, അമ്മയുടെ സംരക്ഷണ പ്രാർത്ഥന, അത്ഭുതങ്ങളുടെ പ്രാർത്ഥനയായ കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന, 3 നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നിമിഷം ഏറ്റുചൊല്ലാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠന രേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരം ഉള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തി
ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന എൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും, പ്രിയമുള്ളവരെ, നിങ്ങളുടെ നിയോഗം ഇപ്പോൾ അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുക. കൃപാസനം അമ്മേ, ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി, മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൃപാസനം പ്രസാദപരമാതാവേ, അമ്മയുടെ സാന്നിധ്യം, സംരക്ഷണം, മാധ്യസ്ഥം എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ആമേ. അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നാളെയും നിങ്ങളുടെ കരങ്ങളിൽ ഈ പ്രാർത്ഥന എത്തുവാൻ, അമ്മയുടെ സാന്നിധ്യം, സംരക്ഷണം അനുഭവിക്കുവാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പരിശുദ്ധാമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും നന്ദി.